ബസ്സിൽ കരയുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ ചിത്രം കാണിച്ച് അത് ശബരിമലയുടെ ഭാഗമായിട്ടുള്ള പീഡനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന നില വരെ എത്തിച്ചേർന്നു. അത് ആദ്യം BJP ആണ് ഉയർത്തിക്കൊണ്ടുവന്നത്, പിന്നീട് UDFും അത് ഏറ്റുപിടിച്ചു. അതിൻ്റെ വസ്തുത എന്താണ് എന്നെല്ലാവർക്കും പിന്നീട് മനസ്സിലാകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ കാണിക്ക ഇടരുത് എന്നത് മുമ്പ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സ്ലോഗനാണ്. അതിപ്പോഴും വീണ്ടും ആവർത്തിക്കുന്ന നില ഉണ്ടായി. എല്ലാ കള്ളപ്രചാരവേരുകളെയും ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതാണ് ഈ പരിപാടികളെല്ലാമുള്ള ജനപങ്കാളിത്തം വ്യക്തമാക്കുന്നത്. നവകേരള സദസ്സ് മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി, ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന പ്രത്യേകിച്ച് സാമ്പത്തിക ഉപരോധത്തെ പറ്റിയാണ്. അത് നല്ല നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ല തോതിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് തള്ളിക്കളയാനാവാത്ത വിധം ഇന്ന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം നേടിക്കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം UDF കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ എല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ്റാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി തന്നെ കേന്ദ്രത്തിൻ്റെ അവഗണന സംസ്ഥാനത്തിന് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യം പറയേണ്ടി വന്നു. അത് സ്വാഭാവികമായിട്ട് ഇതേവരെ ചൂണ്ടിക്കാണിച്ച UDFിൻ്റെ ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ധാരണയാണ്. കോൺഗ്രസ് MP-മാർ ചിലർ TN പ്രതാപനെ പോലുള്ള MP-മാർ തന്നെ പാർലമെൻറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുമെന്ന് പറയുന്ന നിലവരെ എത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ BJPയുമായി ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന UDFിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങളെ തുറന്നു കാട്ടാൻ കഴിയുന്ന വിധം ജാഥ മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുക.